ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ജനുവരി 20 ഞാൻ ഓർമ്മിപ്പിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്ന് എനിക്കറിയാം. എങ്കിലും എല്ലാവരും ഒരുപോലെ തിരുനാൾ ആഘോഷിക്കുന്ന ഒരു വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യവാളൻ, പടയാളിയായിരുന്ന സെബസ്ത്യാനോസ് പുണ്യവാളൻ, ഈശോയ്ക്ക് വേണ്ടി ധീരരക്തസാക്ഷിയായിട്ടുള്ള വിശുദ്ധനെ ഓർക്കുന്ന ദിവസമാണ് ഇന്നാണ് ശരിക്കും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ. ഓരോ പള്ളികളിലും അവരുടേതായ സൗകര്യമനുസരിച്ച് ഓരോ ശനിയും ഞായറുമാക്കി പെരുന്നാൾ ആഘോഷിക്കുന്നു എന്നേ ഉള്ളൂ. നമുക്ക് വിശുദ്ധൻ്റെ ചരിത്രം വർഷങ്ങളായി നമ്മൾ കേൾക്കുന്നതാണ്. റോമൻ ചക്രവർത്തിയായ ഡയോക്ലിഷ്യൻ ഈ സെബസ്ത്യാനോസ് പുണ്യവാളൻ്റെ ജീവിതം യേശുവിൽ നിന്നും മാറ്റിമറിക്കാൻ ശ്രമിച്ചതും, ജൂപ്പിറ്റർ ദേവന് ധൂപം സമർപ്പിച്ച് ജീവൻ സംരക്ഷിച്ചാൽ നന്ന് എന്ന് പറഞ്ഞതും, ആ ഭീഷണിയൊക്കെ എതിർത്തപ്പോൾ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി തീക്കനലിൽ കൂടി നടക്കാനും തയ്യാറാണ് എന്നാണ് പറഞ്ഞത്. അത് റോസാപുഷ്പങ്ങളുടെ മെത്തയിൽ കൂടി നടക്കുന്നത് പോലെയാണെന്ന്. അങ്ങനെ അമ്പെയ്ത് കൊല്ലാൻ ആജ്ഞാപിക്കുന്നതും, അവസാനം അമ്പെയ്ത് മരിച്ചു എന്ന് കരുതി സ്ഥലം വിട്ടപ്പോൾ ഐറിൻ എന്ന ഒരു ഭക്തസ്ത്രീ ചെന്ന് സെബാസ്ത്യനെ ശുശ്രൂഷിച്ച് സുഖപ്പെടുത്തി. പിന്നീട് വീണ്ടും അദ്ദേഹം രാജസന്നിധിയിൽ ചെന്ന് ഈശോയെക്കുറിച്ച് പ്രഘോഷിച്ചപ്പോൾ ഇരുമ്പ് വടി കൊണ്ട് അടിച്ചു കൊല്ലാൻ ഏൽപ്പിച്ചു. പ്രിയ കൂട്ടുകാരെ, ഇതെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. ശരിക്കും ജനുവരി 20 പെരുന്നാൾ ആഘോഷിക്കുന്ന ഒരു സ്ഥലമാണ് കാഞ്ഞൂര് പള്ളി. കാഞ്ഞൂര് പുണ്യവാനെക്കുറിച്ച് കേൾക്കാത്തവരുണ്ടാകില്ല. പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ള ദേവാലയമാണെങ്കിലും അവിടെ വിളിച്ചാൽ വിളി കേൾക്കുന്ന കാഞ്ഞൂര് പുണ്യവാൻ്റെ തിരുനാളാണ് വലിയ കേമമായിട്ട് ആഘോഷിക്കാറ്. ഇന്ന് അവിടെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. പ്രദക്ഷിണം ഇറങ്ങുന്ന സമയത്ത് സ്വർഗം അടയാളമായിട്ട് പരുന്ത് വട്ടമിട്ട് പറക്കുന്നത് നമുക്ക് കാണാം. പ്രദക്ഷിണം ഇറങ്ങുമ്പോൾ മുതൽ ഈ പരുന്ത് ഒരു സ്വർഗീയ ദൂതനെ പോലെ പ്രദക്ഷിണം കയറുന്നതുവരെ പുണ്യവാൻ്റെ കൂടെ ഉണ്ടാകും. വലിയ അത്ഭുതകരമായ ചരിത്രങ്ങളാണ് കാഞ്ഞൂര് പുണ്യവാൻ്റെ ചരിത്രം. ഈ ദേവാലയത്തിന് വളരെ പഴക്കമുണ്ട്. ക്രിസ്തുവർഷം 1001 സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിലെ പെയിൻറ്റിങ്ങുകളും ദേവാലയമുറ്റത്തെ ഒറ്റക്കല്ലിൽ തീർത്ത കൽക്കുരിശും പ്രധാന കവാടമായ ആനവാതിലും കരിങ്കല്ലിൽ തീർത്ത തൂണുകളും താമരപ്പൂവിൻ്റെ രൂപത്തിലുള്ള മാമോദീസ തൊട്ടിയും അങ്ങനെ കുറേ പ്രത്യേകതകളുള്ള ഒരു പള്ളിയാണ്. ശക്തൻ തമ്പുരാൻ്റെയും ടിപ്പു സുൽത്താൻ്റെയും പോർച്ചുഗീസ് മെത്രാന്മാരുടെയും സാന്നിധ്യം കൊണ്ടും ചരിത്ര സംഭവങ്ങൾ കൊണ്ടും പ്രസിദ്ധമാണിത്. ഒരു അത്ഭുതമാണ്, നിങ്ങൾ കേട്ട് കാണും. വേനൽക്കാലം ചിലവഴിക്കാനായിട്ട് പള്ളിക്കടുത്തുള്ള പുതിയേടം കോവിലകത്ത് എഴുന്നള്ളിയിരിക്കുകയാണ് ശക്തൻ തമ്പുരാൻ. അപ്പോൾ നാടിൻ്റെ ഉത്സവമായിട്ടുള്ള കാഞ്ഞൂര് തിരുനാളിൻ്റെ ആഘോഷത്തിനിടയിൽ ഇടതടവില്ലാതെ കഥനകൾ പൊട്ടി. അത് തമ്പുരാൻ്റെ ദേഷ്യമായി. അപ്പോൾ ഈ കഥനകളൊക്കെ വാരിയെടുത്ത് പുഴയിലെറിയാൻ പറഞ്ഞു. അങ്ങനെ കൽപ്പന നടപ്പിലാക്കപ്പെട്ടു. പ്രദക്ഷിണം പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ വെള്ളത്തിൽ കിടന്ന കഥനകളൊക്കെ പൊട്ടാൻ തുടങ്ങി. തന്നേക്കാൾ ശക്തനോടാണ് താൻ ഏറ്റുമുട്ടിയതെന്ന് ശക്തൻ തമ്പുരാന് മനസ്സിലായി. പരിഭ്രാന്തനായിട്ട് തമ്പുരാൻ പള്ളിയിലേക്ക് എഴുന്നള്ളി വിശുദ്ധനെ വണങ്ങി പഞ്ചലോഹ നിർമ്മിതമായ ഒരു ആനവിളക്ക് കാണിക്കയായിട്ട് സമർപ്പിച്ചു. അതുപോലെ ശക്തൻ തമ്പുരാൻ കുതിരപ്പുറത്ത് സവാരി ചെയ്യുമ്പോൾ പള്ളിയുടെ പടിപ്പുരയിൽ ആരോ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത എന്തോ ചെയ്തു, തിരുവുള്ളക്കേടുണ്ടാക്കി.
അപ്പോൾ ദേഷ്യപ്പെട്ട കോപിഷ്ഠനായ തമ്പുരാൻ ഈ പടിപ്പുര തന്നെ പൊളിച്ചു കളയാൻ കൽപ്പന കൊടുത്തു. ഭൃത്യന്മാർ പള്ളിയുടെ പടിപ്പുര പൊളിക്കുന്ന സമയത്ത് കോവിലകത്തെ പടിപ്പുര കൊട്ടാരത്തിലെ ആന തകർക്കാൻ തുടങ്ങി. ഇത് കണ്ട് തമ്പുരാൻ കരപ്രമാണിയും കമ്പോളത്തലവനുമായ കാഞ്ഞൂര് തരകനെ വിളിച്ച് വരുത്തി എന്താ ഇത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കാഞ്ഞൂര് പുണ്യവാളൻ അത്ഭുത സിദ്ധിയുള്ളവനാണ്, അവിടുത്തെ കോപമാണ് ഇതിനെല്ലാം കാരണം. അപ്പോൾ കോവിലകത്തെ പൂജാരിയും തമ്പുരാനോട് ഇത് തന്നെ പറഞ്ഞു. അങ്ങനെ ഈ കോപത്തിൽ നിന്നും രക്ഷ നേടാൻ പള്ളിക്ക് കെടാവിളക്ക് തമ്പുരാൻ കാണിക്കയായിട്ട് സമർപ്പിച്ചു. തമ്പുരാൻ ആനവിളക്കും കെടാവിളക്കും എണ്ണ ഒഴിക്കുന്ന ചെലവിലേക്ക് 100 പറ നിലവും പള്ളിയിരിക്കുന്ന സ്ഥലവും കരം ഒഴിവാക്കി കൽപ്പിച്ച് നൽകി എന്നാണ് ചരിത്രം. പുരാവസ്തു വകുപ്പിൻ്റെ കൊച്ചി ആർക്കൈവ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന 1816 ഒരു രേഖയിൽ പള്ളിയിരിക്കുന്ന സ്ഥലം അനുഭോഗം ഇനത്തിൽ കരമിളവ് ലഭിച്ച ഭൂമിയാണെന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത അത്ഭുതമാണ് ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താൻ കടന്നു വരുന്ന പ്രദേശങ്ങളിലെ പള്ളികളും അമ്പലങ്ങളൊക്കെ തകർത്ത് തരിപ്പണമാക്കി അഗ്നിക്കിരയാക്കിയിട്ടാണ് വരുന്നത്. പടയോട്ടക്കാലം പള്ളി ആക്രമിക്കാൻ കാഞ്ഞൂരിൽ പടയുമായി എത്തി ടിപ്പു. അപ്പോൾ പറഞ്ഞു ടിപ്പുവിനോട്, മനമുരുകി വിളിച്ച വിളി കേൾക്കുന്നവനാണ് ഇവിടെ കുടിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. അത് കേട്ട് സുൽത്താൻ അഹങ്കരിച്ചിട്ട് പറഞ്ഞു, ഈ കളിമൺ പ്രതിമയ്ക്ക് അത്ഭുത ശക്തിയുണ്ടെങ്കിൽ നേരിട്ട് നമ്മോട് സംസാരിക്കട്ടെ എന്ന്. ഭക്തജനങ്ങളെല്ലാം കൂട്ടമായിട്ട് ഞങ്ങൾ കാത്തുകൊള്ളണമേ പുണ്യാള എന്ന് വിളിച്ചപേക്ഷിച്ചു. ഉടനടി എന്നെ സ്വൈര്യമായിരിക്കാൻ സമ്മതിക്കില്ലേ എന്ന് ഉച്ചത്തിൽ പുണ്യവാൻ്റെ രൂപത്തിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് വന്നു. അപ്പോൾ പള്ളിയകത്ത് മുഴുവൻ തീജ്വാലകൾ പരന്ന ഒരു പ്രതീതിയായിരുന്നത്രേ. ഈ അത്ഭുതം കണ്ട് പള്ളിക്കൊരു പോറലും ഏൽപ്പിക്കാതെ ടിപ്പു പിന്തിരിഞ്ഞോടി. അതിൻ്റെ ഓർമ്മ നിലനിർത്താൻ വേണ്ടി പള്ളിയുടെ മുമ്പിലുള്ള ചുമരുകളിൽ ടിപ്പുവിൻ്റെ പടയോട്ടം ചിത്രീകരിച്ചിട്ടുണ്ട്. ഉദയസൂര്യനെ പോലെ തേജസ്സുറ്റ കാഞ്ഞൂര് പുണ്യവാളൻ. ഈ സെബസ്ത്യാനോസ് പുണ്യവാളൻ്റെ തിരുസ്വരൂപം പേർഷ്യയിൽ നിന്നും കൊണ്ടുവന്നതാണെന്നാണ് വിശ്വസിക്കുന്നത്. 17-ാം നൂറ്റാണ്ടിലാണ് പുണ്യവാനോടുള്ള വണക്കം ആരംഭിച്ചത്. മാറാരോഗങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും ഒക്കെ വിടുതൽ കിട്ടും. പുണ്യവാൻ്റെ രക്തസാക്ഷിത്വം സ്വർഗം വിലമതിക്കുന്നതിൻ്റെ അടയാളം മാത്രമാണ് ഇത്. രക്ഷ വരുന്നത് ദൈവത്തിൽ നിന്നാണ്. രക്ഷ വാങ്ങിത്തരുന്നത് ഇടതല മധ്യസ്ഥക്കാരാണ്. ദൈവത്തിനും മനുഷ്യരുടെയും ഇടയിൽ ആകെ ഒരു മധ്യസ്ഥനേയുള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. യേശുവിൻ്റെയും പാവപ്പെട്ട പാപികളുടെയും ഇടയിലുള്ള മധ്യസ്ഥരാണ്. ഏറ്റവും വലിയ മധ്യസ്ഥയാണ് പരിശുദ്ധ അമ്മ. അതിൻ്റെ ശേഷം എല്ലാ വിശുദ്ധരും. യേശുവിൻ്റെയും മനുഷ്യമക്കളുടെയും ഇടയിലുള്ള മധ്യസ്ഥൻ. യേശുവിലേക്കുള്ള വഴികാട്ടികളാണ് ഇവരൊക്കെ. പിതാവിലേക്കുള്ള ഏക വഴികാട്ടി യേശു എന്ന ഏക മധ്യസ്ഥൻ. പിതാവ് ഇഷ്ടപ്പെടുന്ന ദാസന്മാരാണ് വിശുദ്ധർ. ഇഷ്ടപ്പെട്ടവർക്ക് എന്ത് വരങ്ങളും കൊടുക്കാൻ രാജാക്കന്മാർ തയ്യാറാവുന്നല്ലോ. രാജാതിരാജനായ ഈശോ, സൃഷ്ടാവായ ദൈവം, പിതാവായ സൈന്യങ്ങളുടെ കർത്താവ് തനിക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഇഷ്ടമുള്ള വരങ്ങൾ കൊടുത്ത് അനുഗ്രഹിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ഈ അത്ഭുതകരമായ ഇടപെടലുകൾ. കൂട്ടുകാരെ, ഇന്ന് കാഞ്ഞൂര് പള്ളിയിൽ വലിയ പ്രദക്ഷിണവും അതിനോടനുബന്ധിച്ച് സ്വർഗം അംഗീകരിക്കുന്ന പരുന്തിൻ്റെ പറക്കലും ഒക്കെ കാണാൻ കിട്ടും. നിങ്ങൾക്ക് ഒഴിവുള്ളവർക്കും ആരോഗ്യമുള്ളവർക്കും ഒക്കെ പോയി കാണാം. വിശുദ്ധൻ്റെ അനുഗ്രഹം വാങ്ങാം. വിശുദ്ധൻ പരിശുദ്ധ അമ്മ വഴി യേശുവിൽ നിന്ന് അനുഗ്രഹം നമുക്ക് വാങ്ങിത്തരും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കാഞ്ഞൂര് പുണ്യവാള, വിളിച്ചാൽ വിളി കേൾക്കുന്നവന് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമീൻ.